സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒരു നവകേരള സൃഷ്ടിയെ സംബന്ധിച്ച സങ്കല്പനം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി മുന്നോട്ട് പോകുന്നത്. സമഭാവനയും സാമൂഹ്യനീതിയും പുലരുന്ന വികസിത നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് ഇനി എന്തെല്ലാം പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് എന്ന് പരിശോധിക്കും വിധം നമ്മുടെ സംസ്ഥാനത്തിന് 75 വയസ്സ് തികയുന്ന 2031 കേരളം ഏതു വിധത്തിലായിരിക്കണം എന്ന് വിഭാവനം ചെയ്യുന്ന വിഷൻ 2031 സെമിനാറുകൾ 33 വിഷയമേഖലകളിലായി നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി സംഘടിപ്പിക്കപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന ആദ്യ സെമിനാറാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സാമൂഹ്യനീതിയുടെ മേഖലയിൽ നാം ഇതുവരെ നടപ്പാക്കിയ പദ്ധതികൾ അവലോകനം ചെയ്തുകൊണ്ട് ഇനി നടപ്പാക്കേണ്ടുന്ന പദ്ധതികളും പരിപാടികളും സംബന്ധിച്ചുള്ള പര്യാലോചനകൾ വിശദമായി നടത്താൻ പര്യാപ്തമായ വിധത്തിലാണ് ഈ സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഇതുവരെ നടത്തിയിട്ടുള്ള പദ്ധതികളും ഇനി നടപ്പാക്കാനിരിക്കുന്ന പദ്ധതികളുമായുള്ള ഗ്യാപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ആ ഗ്യാപ്പ് അനാലിസിസിലൂടെ ഏറ്റവും അഭിലഷണീയമായ വിധത്തിലുള്ള പദ്ധതികൾ നിർദ്ദേശിക്കുക എന്നുള്ളതാണ് ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന ഏവരുടെയും കർത്തവ്യം എന്ന് സാമൂഹ്യനീതി വകുപ്പിനു വേണ്ടി സവിനയം ഓർമ്മിപ്പിക്കുകയാണ്. ഏവരുടെയും സജീവമായ പങ്കാളിത്തം പാനൽ ചർച്ചകളിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. സാമൂഹ്യനീതി വകുപ്പ് 2031 ആകുമ്പോഴേക്കും കൈവരിക്കേണ്ട നേട്ടങ്ങളിൽ ഊന്നിക്കൊണ്ട് ഇനി എന്തെല്ലാം നമ്മൾ നടപ്പാക്കണമെന്ന ആലോചനയ്ക്ക് സഹായകരമായ ഒരു വിഷൻ ഡോക്യുമെൻ്റാണ് ഇവിടെ ഇനി അവതരിപ്പിക്കുന്നത്. ആദ്യമായി ഭിന്നശേഷി സൗഹാർദ്ദ കേരളത്തിലേക്ക് ചുവട് വെച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട നവ കാഴ്ചപ്പാടുകൾ സംബന്ധിച്ച വകുപ്പ് തയ്യാറാക്കിയ കാര്യങ്ങളാണ് ഇനി ഇവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യ പരിഗണന കൊടുക്കേണ്ടുന്ന വിഭാഗം എന്ന നിലയിൽ ഭിന്നശേഷി മേഖലയിലെ പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ തന്നെ നടപ്പാക്കുന്ന പദ്ധതികളുടെയും പരിപാടികളുടെയും വെളിച്ചത്തിൽ നമുക്ക് കൂടുതൽ വ്യക്തതയോടുകൂടി പുതിയ പദ്ധതികൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഭിന്നശേഷി സൗഹൃദ കേരളം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ കർമ്മ മേഖലകളിലേക്കും ആത്മവിശ്വാസത്തോടെ കാര്യപ്രാപ്തിയോടെ കടന്നു വരാൻ നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങൾക്ക് സാധ്യമാകും വിധം എല്ലാ മേഖലകളെയും പ്രാപ്യതയുള്ളതാക്കി തീർക്കുക, തടസ്സരഹിതമാക്കി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം. പൊതുസ്ഥലങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലുമെല്ലാം തടസ്സരഹിതമായിട്ട് തങ്ങളുടെ കർമ്മശേഷി വിനിയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രാപ്യതയുള്ളതാക്കി തീർക്കുക, ആക്സസിബിൾ ആക്കുക, ബാരിയർ ഫ്രീ ആക്കുക എന്നുള്ളതിന് പ്രാധാന്യം നൽകുകയാണ്. അതുപോലെ സമൂഹാധിഷ്ഠിത പുനരധിവാസ സംവിധാനങ്ങൾ, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടീവ് സംവിധാനങ്ങൾ ഉറപ്പാക്കുക, പരിമിതികൾ നേരത്തെ കണ്ടെത്തൽ, ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ. ഇപ്പോൾ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിലും മറ്റ് കേന്ദ്രങ്ങളിലും ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ ജില്ലകളിലും ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി കേന്ദ്രങ്ങളിൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ വ്യതിയാനങ്ങൾ തിരിച്ചറിയാനും ഇടപെട്ട് ആ വ്യതിയാനങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കാനുമുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അതുപോലെ സാർവത്രികവും സൗജന്യവുമായ ഉൾച്ചേർക്കൽ വിദ്യാഭ്യാസം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതുപോലെ ഓരോ ഭിന്നശേഷി വ്യക്തിക്കും അനുയോജ്യമായ വിധത്തിൽ ആവശ്യാനുസരണമുള്ള സവിശേഷ വിദ്യാഭ്യാസം, ഈ രണ്ട് കാര്യങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖല
ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതുപോലെ നൈപുണ്യ പരിശീലനം, സ്കിൽ എൻഹാൻസ്മെൻറ്റ്, തൊഴിൽദായകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഭിന്നശേഷി മക്കളെ കൊണ്ടുപോകുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ, അതുപോലെ ഇൻക്ലൂസീവ് ട്രെയിനിങ് ഹബ്ബുകൾ, തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കലും സംരംഭകത്വ താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കലും സംരംഭകത്വം ഒരുക്കലും പ്ലേസ്മെൻറ്റ് സൗകര്യങ്ങളും, അസിസ്റ്റീവ് ഉപകരണങ്ങളും സഹായ സാങ്കേതിക വിദ്യകളും ഉൾപ്പെട്ട ടെക്നോളജി സ്മാർട്ട് കിറ്റുകൾ ലഭ്യമാക്കൽ, ഇൻക്ലൂസീവ് ക്യാമ്പുകളും സ്കോളർഷിപ്പുകളും. ഒരു ഉൾച്ചേർക്കൽ സമൂഹം, എല്ലാത്തിനെയും ഉൾക്കൊണ്ടു പോകുന്ന ഒരു സമൂഹം എന്നുള്ളതാണ് സാമൂഹ്യനീതി വകുപ്പിനു വേണ്ടി നാം സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ വിഭാഗം അരികുവൽകൃത ജനവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടു പോകാനുള്ള ഒരു വിശാല ഹൃദയത്വം പൊതുബോധത്തിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നുള്ളത് സുപ്രധാനമായ ചുമതലയായിട്ട് വകുപ്പ് കാണുകയാണ്. അതുപോലെ നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് വിദേശ പഠനത്തിനും സ്പെഷ്യൽ ട്രെയിനിങ്ങിനുമുള്ള അവസരങ്ങൾ, അഡ്വക്കസി പ്രവർത്തനങ്ങൾ, അവബോധ രൂപീകരണ പ്രവർത്തനങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിൽ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ബഡ്സ് സ്കൂളുകളും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകളും സ്ഥാപിക്കൽ. ഇതാണ് മുഖ്യ ലക്ഷ്യങ്ങൾ എന്ന നിലയിൽ നാം കണ്ടിട്ടുള്ളത്. ഭാവി കാഴ്ചപ്പാട്, ഇപ്പോൾ നമുക്ക് RPWD ആക്ട് പ്രകാരവും UNCRPD യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് പീപ്പിൾസ് വിത്ത് ഡിസബിലിറ്റീസ്, ഈ രണ്ട് പ്രഖ്യാപനങ്ങൾക്കും അനുസൃതമായ നിലയിൽ എല്ലാ പ്രൊവിഷൻസും നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അത് ഔദാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവകാശാധിഷ്ഠിത സമീപനം എന്ന നിലയിൽ തന്നെ ഭിന്നശേഷി നിയമത്തിനും UNCRPD പ്രൊവിഷൻസിനും അനുസൃതമായ നിലയിലുള്ള കാര്യങ്ങൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ലീഗൽ എയ്ഡ്, അഡ്വക്കസി പ്രോഗ്രാംസ്, അവയർനെസ് ക്യാമ്പയിൻസ്, ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസംസ്, പരാതി പരിഹാര സംവിധാനങ്ങൾ, ഇത് നമുക്ക് കുറ്റമറ്റ രീതിയിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഉറപ്പാക്കാൻ കഴിയണം. അതുപോലെ ഡിസബിലിറ്റി ഇൻക്ലൂസീവ് പോളിസി മേക്കിംഗ്, മോണിറ്ററിംഗ് കമ്മിറ്റീസ്, ഉപദേശക സമിതികൾ, അവയുടെ പ്രാധാന്യം വർദ്ധിക്കുകയും കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്തവും ഈ ബോഡീസിന് ഉണ്ടാകുകയും വേണം എന്നുള്ളതാണ്.